മനോഹരമായ മാന്നാമംഗലം ചിത്ര ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടന്ന വോളിബോൾ മത്സരത്തിൻ്റെ ഫൈനൽ മത്സരത്തിൻ്റെ സമാപന സമ്മേളനം ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. സമ്മാനദാനങ്ങളും നടത്തി. ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ബാബു, മാന്നാമംഗലം ചിത്ര ലൈബ്രറിയുടെ സെക്രട്ടറി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രിയങ്കനായ പ്രസിഡന്റ് ശ്രീ KR രവി അവരുടെ ക്ഷണിച്ചു. അതേ സമ്പർക്കാടിന്റെ പ്രിയപ്പെട്ട താരങ്ങളെ, കായിക പ്രേമികളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ, ഈ പുതിയ കാലത്ത് ഇതുപോലുള്ള കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിലെല്ലാം പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാടിന്റെ ഏറ്റവും വലിയ ആഘോഷമായിരുന്നു അവിടെ അധിരാഷ്ട്രീയത്തിന് അതീതമായി ജാതിമത വർഗ ചിന്തകൾക്കപ്പുറത്തു നിന്നുകൊണ്ട് നാടിന്റെ ഉത്സവമായി ഇതുപോലുള്ള മത്സരങ്ങളെ ആഘോഷമാക്കി മാറ്റിയിരുന്ന ഒരു പഴയകാല ചരിത്രം നമുക്ക് എല്ലാവർക്കും ഓർമ്മയിരുന്നു. ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നാം ഒരുപാട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും മുന്നേറ്റം പല തരത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടിന് ഗുണപ്രദമാകുന്നതിനേക്കാൾ കൂടുതലായി ദോഷകരമായി ഭവിക്കുന്ന തരത്തിലുള്ള മുന്നേറ്റങ്ങളും ഉണ്ടാകുന്നില്ലേ എന്ന് സംശയിക്കുകയാണ്. ഇതുപോലുള്ള മത്സരങ്ങൾ മുൻകാലങ്ങളിൽ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതൊരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒത്തുചേരലായിരുന്നു, ആ നാടിന്റെ ആഘോഷമായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റു തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇന്ന് കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, എല്ലാവരും ഒരുപോലെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ വിപത്തുകൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരാത്ത തരത്തിൽ നാടിന്റെ കാവലാളുകളായി മാറാൻ ഈ ക്ലബുകൾക്കും അതുപോലെ തന്നെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബുകൾക്കും അതിന്റെ പ്രവർത്തകർക്കും കഴിഞ്ഞിരുന്നു എങ്കിൽ അതുപോലുള്ള മത്സരങ്ങൾ പുതിയ കാലത്ത് കൂടുതൽ ശക്തമായി സംഘടിപ്പിച്ചുകൊണ്ട് വീണ്ടും നാടിന്റെ കാവലാളുകളായി മാറുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഏറ്റെടുക്കുക എന്നതാണ് ഇന്നത്തെ പുതിയ സമൂഹം നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഏറെ ത്യാഗപൂർവമായ പ്രവർത്തനങ്ങളിലൂടെ 4 ദിവസം കൊണ്ട് ഈ ടൂർണമെന്റുകൾ സംഘടിപ്പിച്ച് വിജയികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒന്ന് നാം മനസ്സിലാക്കേണ്ടത്, പരാജയപ്പെടാൻ ആളുണ്ടെങ്കിൽ മാത്രമേ വിജയക്ക് പ്രാധാന്യമുള്ളൂ, അല്ലെങ്കിൽ ആ വിജയത്തിന് പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് വിജയിച്ചവരോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്നവരാണ് പരാജയപ്പെട്ടവരും. ഇന്നത്തെ പരാജയമാകാം നാളേക്കുള്ള വിജയക്കുതിപ്പിലേക്ക് ഉള്ള മുന്നൊരുക്കം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും വിഷു വരാൻ പോകുന്ന ഈസ്റ്റർ ആശംസകൾ അഡ്വാൻസായി നേർന്നുകൊണ്ട് ഔപചാരികതയ്ക്ക് വേണ്ടി ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. ഈ പ്രദേശത്തിന്റെ സാംസ്കാരിക സാമൂഹിക ബന്ധങ്ങൾ പുതുക്കിയുറപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വോളിബോൾ ടൂർണമെന്റാണ് സംഘടിപ്പിച്ചത്. കഴിഞ്ഞ 4 ദിവസമായി വളരെ വിജയകരം നടത്തുന്ന ഇന്നത്തെ ആവേശകരമായ വിജയ കണ്ടെത്തിയിരിക്കുന്നത് ചെറുപ്പക്കാരൻ. ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്തെ കാര്യങ്ങൾ നാട്ടുപ്രദേശങ്ങളുടെ ചെറുപ്പക്കാരെ ഒത്തൊരുമ, അല്ലെങ്കിൽ ആ നാട്ടിലെ വിവിധ കക്ഷി രാഷ്ട്രീയത്തിനുപരിയായി മനുഷ്യ ബന്ധങ്ങൾക്ക് ഊട്ടിയുറപ്പിക്കുന്ന ഒരു സാമൂഹ്യ ബന്ധങ്ങളിലൂടെ ഉണ്ടാകുമായിരുന്ന ഒരു കാലഘട്ടം എൻ്റെ ചെറുപ്പകാലത്തുണ്ടായി. ഞാൻ കൂടുതൽ ധാരാളം വോളിബോൾ കളിച്ചു വളർന്നിട്ടുള്ളതാണ്. ഇന്ന് ഈ പ്രദേശത്ത് നടന്ന ഈ ടൂർണമെന്റിന്റെ വിജയികൾക്ക് എല്ലാ ഭാഗങ്ങളും നേരിടുന്നതോടൊപ്പം തന്നെ അടുത്ത് നടക്കുന്ന ക്യാമ്പ് നടത്തുന്നതായി അറിയുന്നു. ഈ പ്രദേശത്തെ മുഴുവൻ ചെറിയ കുട്ടികൾക്കും
അവരുടെ കായികമായ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിന് നിർണായകമായ ഒരു റോൾ ഈ ക്യാമ്പിലൂടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൽ വിജയിക്കാനായ എല്ലാവർക്കും ആശംസ അർപ്പിച്ചുകൊണ്ടും ഈ ചിത്ര മാനാമംഗലം എടുത്തോ മണിക്കൂറിനെന്തിയോ ഓക്കെ സാന്വിക രതീഷ് അനിത ബിബി എല്ലാവർക്കും പോരെ 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 കൊടുത്തോ കൊടുത്തോ എല്ലാവർക്കും കൊടുത്തോ 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 അടുത്താളെ വിളിച്ചോ എടുത്തോ എല്ലാവർക്കും കൊടുക്ക് ഓക്കെ 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 ഓക്കെ